ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി കർണാടകത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാവുകയാണ്. കർണാടകത്തിലെ കൊപ്പാലിൽ നിന്ന് പ്രിയങ്കയെ പരിഗണിക്കുമെന്നാണ് സൂചന. സാഹചര്യമറിയാനായി മണ്ഡലത്തിൽ പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെ AICC നേതൃത്വം പ്രത്യേക സർവേ പൂർത്തിയാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. BJPയിൽ നിന്നുള്ള കാരാടി സംഘടനയാണ് കൊപ്പാലിൽ നിന്നുള്ള നിലവിലെ MP. ഭരണവിരുദ്ധ വികാരം ശക്തമായ മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം മണ്ഡലത്തിൽ പ്രിയങ്കയെ പരിഗണിക്കുന്നത് സംബന്ധിച്ച് അറിവില്ലെന്നാണ് പ്രാദേശിക നേതൃത്വം പറയുന്നത്. എന്നാൽ പ്രിയങ്ക മത്സരിക്കാനെത്തിയാൽ അവരുടെ വിജയം ഉറപ്പാക്കുമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നത് കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കൊപ്പാൽ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 8ൽ 6 മണ്ഡലങ്ങളിലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് മണ്ഡലം സുരക്ഷിതമാണെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മുൻപ് 1991-ൽ ബെല്ലാരിയിൽ നിന്ന് സോണിയാഗാന്ധി മത്സരിച്ചിരുന്നു. അന്ന് സുഷമ സ്വരാജിനെ പരാജയപ്പെടുത്തി മണ്ഡലത്തിൽ മികച്ച വിജയം നേടാൻ സോണിയയ്ക്ക് സാധിച്ചു. 1978-ൽ ചിക്കമംഗലൂരുവിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ തിരിച്ചുവരവിന് കളമൊരുക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്കും കർണാടക മികച്ച തുടക്കമാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതിനിടെ തെലങ്കാനയിൽ നിന്നും പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. എന്നാൽ ഇത്തരം ചർച്ചകളോടൊന്നും ദേശീയ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രിയങ്കയെ തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായിരിക്കും കോൺഗ്രസ് അവർക്കായി പരിഗണിച്ചേക്കുക. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നും പ്രിയങ്കയെ പരിഗണിക്കാനായിരിക്കും സാധ്യത കൂടുതലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സോണിയ വീണ്ടും റായ്ബറേലിയിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തലുകൾ. കർണാടകയിൽ ഗാന്ധി കുടുംബത്തിന് സീറ്റ് മാറ്റിവെക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ.